വേദിന്റെ മനസ്സ് ഒരു തുഴയില്ലാത്ത തോണി പോലെ ഹിമയുടെ ഓർമ്മകളുടെ തിരമാലകളിൽ ആടിയുലഞ്ഞു. അർജുന്റെ വാക്കുകൾ, നിന്റെ തരക്കാരെ കിട്ടിയില്ലേ, അവന്റെ ഹൃദയത്തിൽ മുള്ളുകൾ പോലെ കത്തി നിന്നു. ആ വാക്കുകളുടെ വിഷം അവന്റെ ആത്മാഭിമാനത്തെ തുരുമ്പിച്ചു. എന്നിട്ടും ഹിമയുടെ നൃത്തത്തിന്റെ താളം അവന്റെ ഉള്ളിൽ ഒരു മന്ത്രമായി മുഴങ്ങി. കാടിന്റെ നിശബ്ദത തേടി അവൻ ഉൾക്കാട്ടിലേക്ക് നടന്നു. ഓരോ ചുവടും അവന്റെ ഭാരമേറിയ മനസ്സിനെ ഒരു നിമിഷം മറക്കാൻ ശ്രമിച്ചു. മൈതാനത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചിരിയും കളിയാട്ടവും ഒരു നിഷ്കളങ്ക ലോകത്തിന്റെ ശബ്ദമായിരുന്നു. എന്നാൽ വേദിന്റെ മനസ്സിന് ആ ശബ്ദങ്ങൾ ഒരു മുഖംമൂടി മാത്രമായിരുന്നു. അവന്റെ ഉള്ളിലെ കൊടുങ്കാറ്റിന് മറയ്ക്കാൻ കഴിയാത്ത ഒരു മിഥ്യ. അവൻ കാടിന്റെ ആഴങ്ങളിലേക്ക്, പുഴയുടെ തീരത്തേക്ക് നടന്നു. നദിയുടെ അരികിൽ മരങ്ങളുടെ നിഴലിൽ ഒരു പാറപ്പുറത്ത് അവൻ ഇരുന്നു. പുഴയുടെ ഒഴുക്ക് ഒരു മന്ത്രം പോലെ അവന്റെ മനസ്സിനെ തലോടി. നിലാവിന്റെ വെള്ളി വെളിച്ചം വെള്ളത്തിൽ പ്രതിഫലിച്ച് ഒരു സ്വപ്നലോകം സൃഷ്ടിച്ചു. അവൻ കണ്ണുകളടച്ചു. ഹിമയുടെ ചുവടുകളുടെ ലാസ്യവും കൊലുസിന്റെ മണിനാദവും മനസ്സിൽ തെളിഞ്ഞു. ആ നിമിഷം ഒരു കുളിർക്കാറ്റ് അവന്റെ മുഖത്ത് തലോടി. ഒപ്പം ഒരു മന്ത്രശബ്ദം, വേദ്. അവൻ കണ്ണുകൾ തുറന്നു. പുഴയുടെ മറുകരയിൽ നിലാവിന്റെ തിളക്കത്തിൽ ഒരു രൂപം. കടും പച്ച സാരിയിൽ മുടിയിഴകൾ കാറ്റിൽ പാറിപ്പറക്കുന്ന ഹിമയുടെ പ്രതിബിംബം. എന്നാൽ അവളുടെ കണ്ണുകളിൽ ഒരു അപരിചിതമായ തീക്ഷ്ണത, ഒരു പുരാതന രഹസ്യത്തിന്റെ തിളക്കം. വരൂ വേദ്, ഈ നദി നിന്റെ ഹൃദയത്തെ വിളിക്കുന്നു, അവൾ മന്ത്രിച്ചു. കൈനീട്ടി. വേദിന്റെ ഹൃദയം ഒരു നിമിഷം സമയത്തിന്റെ തടവറയിൽ നിന്നു. ഇത് ഹിമയോ അതോ അവന്റെ മനസ്സിന്റെ മായാജാലമോ? അവന്റെ കാലുകൾ അറിയാതെ അവളിലേക്ക് നീങ്ങി. പുഴയുടെ തണുത്ത വെള്ളം അവന്റെ കാലുകളെ തലോടി. അവളുടെ കൈകളിൽ അവന്റെ വിരലുകൾ കോർത്തു. ഒരു നക്ഷത്രത്തിന്റെ സ്പർശം പോലെ തണുത്തതും എന്നാൽ ഊഷ്മളവും. നൃത്തം ചെയ്യൂ വേദ്, അവൾ മന്ത്രിച്ചു. നിന്റെ ഭയങ്ങൾ, നിന്റെ സങ്കടങ്ങൾ ഈ നദിയിൽ അലിഞ്ഞു പോകട്ടെ. നിലാവിന്റെ വെളിച്ചത്തിൽ അവർ നൃത്തം തുടങ്ങി. ഹിമയുടെ ചുവടുകൾ പുഴയുടെ ഒഴുക്കിനോട് ലയിച്ചു. അവളുടെ സാരി നദിയിൽ നിന്നുയർന്ന ജലത്തുള്ളികളിൽ തിളങ്ങി, ഒരു മയിൽപീലിയുടെ നിറഭേദങ്ങൾ പോലെ. വേദിന്റെ ഹൃദയം ആ നൃത്തത്തിൽ ഒരു പുതിയ താളം കണ്ടെത്തി. മരങ്ങളുടെ ഇലകൾ കാറ്റിന്റെ ഗീതത്തിൽ താളം പിടിച്ചു. അവളുടെ കൊലുസിന്റെ മണിനാദം നദിയുടെ ശബ്ദത്തോട് ചേർന്ന് ഒരു മന്ത്രം സൃഷ്ടിച്ചു. നിന്റെ ലക്ഷ്മിയുടെ കമ്മലുകൾ തനിത്തങ്കമാണ്. ആ മായാജാലം ഈ കാടിന്റെ വരമാണ്. പക്ഷേ ഈ രഹസ്യം കണ്ടെത്തണമെങ്കിൽ നിന്റെ ഭയത്തെ നീ മറികടക്കണം വേദ്, അവന്റെ ചെവിയിൽ അവൾ മന്ത്രിച്ചു. നൃത്തം അവസാനിച്ചപ്പോൾ അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങി. അവളുടെ കണ്ണുകൾ താരകങ്ങൾ പോലെ തിളങ്ങി. ഞാൻ ഈ കാടിന്റെ പൂവാണ് വേദ്, നിന്റെ കഥകളിൽ നീ എഴുതുന്ന യക്ഷി, നിന്റെ ഹൃദയത്തിൽ തുടിക്കുന്ന ഒരു സ്വപ്നം. പെട്ടെന്ന് ഒരു കാറ്റ് വീശി. മരങ്ങളുടെ ഇലകൾ കുലുങ്ങി. നദിയിൽ ചെറിയ തിരമാലകൾ ഉയർന്നു. വേദ് ഞെട്ടിയുണർന്നു. നദിയുടെ തീരം ശാന്തമാണ്. ഹിമയോ യക്ഷിയോ ആരുമില്ല. അവൻ്റെ കയ്യിൽ ഒരു കാട്ടുപൂവ്, നദിയുടെ ഈർപ്പം പേറുന്ന ഹിമയുടെ സൗരഭ്യം പോലെ. ഇതെന്താണ്? അവൻ സ്വയം ചോദിച്ചു. സ്വപ്നമോ അതോ കാടിൻ്റെ മന്ത്രമോ? അതേസമയം ഹിമയുടെ മാളികയിൽ അർജുൻ ഒരു രഹസ്യമുറിയിൽ മങ്ങിയ വെളിച്ചത്തിൽ ഒരു പഴയ പെട്ടിക്ക് മുന്നിൽ ഇരിക്കുകയായിരുന്നു. മാളികയുടെ മട്ടുപ്പാവിൽ പൂട്ടുപോലെ ഒളിപ്പിച്ച ഈ മുറി കാടിൻ്റെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനായിരുന്നു. പെട്ടിയിൽ മഞ്ഞളിച്ച താളുകളുള്ള ഒരു പുസ്തകം, പുരാതന ചിത്രങ്ങൾ, ഒപ്പം ഒരു താമ്രപത്രം. അതിൽ കാടിൻ്റെ ഒരു ചിത്രം, ഞാവൽ മരങ്ങളുടെ നിഴലിൽ ഒരു യക്ഷിയുടെ രൂപം, താഴെ വള്ളിപ്പടർപ്പുകൾ പോലെ എഴുതിയ വാചകം, കാടിൻ്റെ രഹസ്യം, ശുദ്ധമായ ഹൃദയത്തിൻ്റെ താളത്തിൽ. അർജുൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൻ്റെയും ഭയത്തിൻ്റെയും മിശ്രിതത്തിൽ തിളങ്ങി. ഈ കാട്, ഈ യക്ഷി, ഇവ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ താക്കോൽ. അവൻ പിറുപിറുത്തു. ഹിമ, നിന്റെ ആ കാടിനോടുള്ള അടുപ്പം ഈ രഹസ്യത്തെ തുറക്കും. ഞാൻ അതിനെ അനുവദിക്കില്ല. അർജുൻ്റെ കുടുംബം പല തലമുറകൾക്ക് മുമ്പ് ഈ കാടിനോട് ഒരു അനശ്വരബന്ധം കെട്ടിപ്പടുത്തിരുന്നു. അവരുടെ പൂർവികൻ ഒരു മന്ത്രവാദിയുടെ സഹായത്തോടെ ഞാവൽ മരത്തിന് താഴെ ഒരു യക്ഷിയെ തളച്ചിട്ടിട്ടുണ്ട്. അതിനു മുകളിൽ എല്ലാം മറന്ന് ഒരു പെൺകുട്ടി നൃത്തം ചെയ്താൽ യക്ഷിയെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല പൊട്ടുകയും
അവൾക്ക് പുറത്തു വരികയും മനുഷ്യരൂപം സ്വീകരിച്ച് കാട്ടിലൂടെ നടക്കുകയും ചെയ്യാം. ശുദ്ധമായ ഹൃദയത്തിൻ്റെ താളം മാത്രമേ ആ ശക്തിയെ ഉണർത്തൂ. ആ യക്ഷിയുടെ ഉഗ്രരൂപം ദർശിച്ചിട്ടും ഒരു നിഷ്കളങ്കനായ യുവാവിന് പേടി തോന്നാതെ അവളോട് ദയ തോന്നുകയാണെങ്കിൽ അവൾക്ക് ആ കാടിനുള്ളിൽ നിന്നും സ്വതന്ത്രമാവുകയും തന്നെ മോചിപ്പിച്ച യുവാവിന് വരം നൽകുകയോ ശക്തി പകരുകയോ ചെയ്യാം. പക്ഷേ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ അടിത്തറ ഇളകും, കാടിൻ്റെ ശക്തി നശിക്കും. അർജുൻ ഈ രഹസ്യം സംരക്ഷിക്കേണ്ട ഭാരം ഏറ്റെടുത്തിരുന്നു. പക്ഷേ അവൻ്റെ ഹൃദയം ദുരാഗ്രഹത്തിൻ്റെ ഇരുട്ടിൽ മുങ്ങിയിരുന്നു. മുറിയുടെ മൂലയിൽ ഒരു പഴയ കണ്ണാടി പൊടി പിടിച്ച് നിശബ്ദമായി നിന്നു. ഐതിഹ്യം പറയുന്നു, ആ കണ്ണാടിക്ക് കാടിൻ്റെ മന്ത്രത്തെ നിയന്ത്രിക്കാൻ കഴിയും. അർജുൻ ആ ശക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. ഹിമയെ വേദിയിൽ നിന്നും അകറ്റി കാടിൻ്റെ രഹസ്യം തൻ്റേതാക്കാൻ. നിന്റെ ആ കാടിന് ഈ മന്ത്രത്തെ ഉണർത്താൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഞാൻ അതിനെ തടയും, അവൻ പല്ലിറുമ്മി. ഹിമയുടെ നൃത്തത്താൽ യക്ഷി മോചിക്കപ്പെട്ട വിവരം അവൻ അറിഞ്ഞിരുന്നില്ല. വേദ് പുഴയുടെ തീരത്ത് നിന്ന് എഴുന്നേറ്റു. കയ്യിലെ കാട്ടുപൂവ് അവൻ്റെ ഹൃദയത്തിൽ ഒരു ചോദ്യം വിതച്ചു. ഹിമ, നീ കാടിൻ്റെ ഭാഗമാണോ, അതോ ഈ യക്ഷി എൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയോ? വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ മനസ്സ് സംശയങ്ങളുടെ കടലിൽ മുങ്ങിത്താഴ്ന്നു. അവൻ്റെ ചെറിയ മുറിയിൽ മങ്ങിയ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൻ പുസ്തകം തുറന്നു. പേന അവൻ്റെ വിരലുകളിൽ ഒരു മന്ത്രശക്തിയോടെ നീങ്ങി. അവൻ എഴുതി. ആ യക്ഷി നദിയിൽ നൃത്തം ചെയ്തു, എൻ്റെ ഭയങ്ങളെ തലോടി, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു. അവളുടെ കണ്ണുകളിൽ ഒരു പുരാതന രഹസ്യം ഒളിഞ്ഞിരുന്നു. ഒരു മന്ത്രം, ഒരു വരം, അല്ലെങ്കിൽ ഒരു ശാപം. ഹിമ, നിന്റെ ചുവടുകൾ ഈ കാടിൻ്റെ ഹൃദയമാണ്. പക്ഷേ ഈ വഴിയിൽ ഞാൻ നിന്നെ കണ്ടെത്തുമോ, അതോ ഈ മന്ത്രത്തിൽ ഞാൻ എരിഞ്ഞമരുമോ? അവൻ എഴുതുമ്പോൾ വിളക്കിൻ്റെ വെളിച്ചം ഒരു നിമിഷം കൂടുതൽ തിളങ്ങി. മുറിയിൽ ഒരു നേർത്ത കാറ്റ് ഹിമയുടെ സൗരഭ്യം പേറി വന്നു.